ഈ സുരേഷ് ഗോപി എനിക്ക് പെൻഷൻ തന്നെ ഉണ്ട്. അത് ഞാൻ അന്ന് തുടങ്ങി എനിക്ക് കിട്ടണ ആ തട്ടി കൊണ്ടിറങ്ങി. സുരേഷ് ഗോപിയാണോ അമ്മച്ചിക്ക് പെൻഷൻ തരുന്നത് കേരളത്തില്? അത് അറിഞ്ഞില്ല കേട്ടോ, ഒരു പുതിയൊരു അറിവാണത്. എന്നിട്ട് എൻ്റെ പേരാ എൻ്റെ പറയാ 100 പേര് ഈ ഫോട്ടോ പിടിക്കാൻ മഞ്ഞില്ല, ക്യാമറ പിടിക്കാൻ മഞ്ഞില്ല. ഈ ചെമ്മീത്തല എനിക്ക് 4 മാസം തന്നു. ജീസ് എന്നാ പറഞ്ഞ അപ്പൊ അമ്മച്ചിയുടെ പ്രശ്നം അതാണ്, വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒന്നും ആരെയും കിട്ടണില്ല. അതായത് അമ്മച്ചിക്ക് ഈ ചുരുക്കം പറഞ്ഞ പേരും പ്രശസ്തിയൊന്നും കിട്ടുന്നില്ല, പദവിയൊന്നും കിട്ടുന്നില്ല അല്ലേ? അപ്പൊ അതെല്ലാം കിട്ടുന്ന BJP-യിലേക്ക് അമ്മച്ചി കാല് മാറി. അമ്മച്ചിക്ക് ഈ വീടുണ്ടാക്കി തന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്നുള്ള ഒരു ധാരണയുണ്ടോ, ഒരു വിചാരമുണ്ടോ? എന്നിട്ട് അങ്ങനെ വലിയ ആളാക്കണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. അപ്പൊ ഇവരെന്തിനാ എന്റെ കാര്യം അന്വേഷിക്കണേ? എനിക്ക് ഇഷ്ടമുള്ളടത്ത് പോകും. BJP അംഗത്വം സ്വീകരിച്ചു. അതിന് എനിക്ക് ആരോടും ചോദിക്കാനില്ല. നിലവിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ആരും പിന്നെ വരികയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല. നന്ദി എന്ന് പറയുന്ന ഒരു സാധനം വേണം അവന്റെ പൊന്നാര അമ്മച്ചി. കിടക്കാനുള്ള കിടപ്പാടം ഒരു വീടുണ്ടാക്കി തന്നത് കോൺഗ്രസ്. ആ വീട്ടിനകത്ത് കിടന്നുകൊണ്ട് എങ്ങനെയാണ് അമ്മച്ചിയെ ഈ BJP-ക്ക് ജയ് വിളിക്കണത്? ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ട് അമ്മച്ചിയെ. എവിടെയാണോ സ്ഥാനമാനം കിട്ടുന്നത് അവിടേക്ക് കായ ചോട് മാറാം. കോൺഗ്രസ്സുകാര് വീട് കൊടുത്തിട്ട് അതിനെ തന്നെ മൂഞ്ചിച്ചിട്ടാണ് BJP-ക്ക് ചേർന്നത്. BJP-ക്കാരെ സൂക്ഷിച്ചോളെ. അപ്പോ പറയാൻ വന്നത് വെച്ചാല്, ഈ അമ്മച്ചിനെ BJP-ക്കാർ ഇപ്പൊ കൂടെ നിർത്തിയിരിക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അതായത് പിണറായി വിജയനെ തെറി പറയുന്നുണ്ട് എന്ന് ഒരൊറ്റ കാരണം കൊണ്ടാണ് BJP-ക്കാർ ഈ അമ്മച്ചിയെ കൂടെ നിർത്തിയിരിക്കുന്നത്. അനുഭവിക്കേണ്ടി വരും, അനുഭവിച്ചോളെ. BJP-യിലേക്ക് ഇറങ്ങിയത് ഒത്തിരി പേരെ എൻ്റെ വസ്താക്കിയ ഇറങ്ങിയത്. ഇവർക്കിട്ട് ഒരു പണി കൊടുക്കാനാണ് ഞാൻ ഇരുന്നത്.